ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മഴക്കെടുതിയിൽ മരണം 4 സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കമായി. സാമൂഹിക പുരോഗതി ഉയർത്താൻ പരിപാടി ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മുകാശ്മീരിലെ ഡോഡയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികർക്ക് വീരമൃത്യു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. മുഹറം 10 നാളെ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇന്ന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. മഴ ശക്തമായതോടെ മഴക്കെടുതികളും രൂക്ഷമായി. ഇതുവരെ 4 പേരാണ് സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതികളിൽ 2 പേർ മരിച്ചു. മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ ഒരു സ്ത്രീയും കണ്ണൂർ ചൊക്ലി ഒളവിലത്ത് വെള്ളക്കെട്ടിൽ വീണ ഒരു പുരുഷനുമാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മാഹി മേഖലയിലെ സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാറ്റിൽ 15ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. കോട്ടയത്തും കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. മൂന്നാർ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലും നാശനഷ്ടമുണ്ടായി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിനടിയിലായി. പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ കൊട്ടേക്കാട് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കഞ്ചിക്കോട് അയ്യപ്പൻ മലയിൽ നിന്നും മഴവെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് സമീപത്തെ തോടുകളും പുഴകളും നിറഞ്ഞു കവിഞ്ഞു. കുഴൽമന്നത്ത് മഴയിലും കാറ്റിലും 3 വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് തുറക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചിറ്റൂർ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജലസംഭരണികളിലെ ജലനിരപ്പ് ഉയർന്നു. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 5 പൂർണ്ണമായും 11 ഭാഗികമായും ഉയർത്തി. ഇടുക്കി മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം തുറന്നതിനെ തുടർന്ന് ചാലക്കുടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം പേപ്പാറ ഡാമിന്റെ ഷട്ടറുകളും അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. പമ്പ, മണിമല നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലടക്കം 2ാം ദിവസവും മഴ തുടരുന്നു. മലയോര മേഖലയിൽ ജാഗ്രത തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞിലിമൺ കോസ്വേ മുങ്ങി പ്രദേശവാസികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 18 വീടുകളാണ് ഭാഗികമായി തകർന്നത്. പ്രധാന പാതകളിലും ഗ്രാമീണ റോഡുകളിലും ഗതാഗതം മുടങ്ങി. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. ഒഡീഷയ്ക്ക് മുകളിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഫലമായി അറബിക്കടലിൽ കാലവർഷക്കാറ്റ് സജീവമായി തുടരാനും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലാകും മഴ വീണ്ടും ശക്തിയാർജിക്കുക. ജമ്മു കാശ്മീരിലെ ഡോഡ മേഖലയിൽ ഇന്നലെ രാത്രി ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികർക്ക് വീരമൃത്യു. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് സംഭവം. മേഖലയിൽ സൈനിക നടപടികൾ തുടരുന്നതായാണ് റിപ്പോർട്ട്. അതിനിടെ ഡോഡയിലെ ഏറ്റുമുട്ടൽ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് 2ാം LDF സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള 4ാമത്തെ 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി.
സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും ഉറപ്പുവരുത്താൻ ഇത് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 22 വരെ നടപ്പാക്കുന്ന പരിപാടിയിൽ 100 ദിവസം കൊണ്ട് 47 വകുപ്പുകളായി 13,013 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആകെ 1,070 പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ 30,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു. വ്യാഴാഴ്ച രാവിലെ ഓൺലൈനായാണ് യോഗം ചേരുക. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവം എന്നീ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എംഎൽഎമാരും തിരുവനന്തപുരം മേയറും പങ്കെടുക്കും. റെയിൽവേ ഡിവിഷണൽ മാനേജരും യോഗത്തിലുണ്ടാകും. പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനും വെള്ളക്കെട്ടുണ്ടാക്കുന്നതിനും ഇടയാക്കുന്നുണ്ട്. മലപ്പുറത്ത് 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനി നഗരസഭയിലെ 5ാം ഡിവിഷനിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 21-കാരിക്കാണ് ആദ്യം മലമ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രദേശത്ത് നടത്തിയ പനി സർവേയിൽ മറ്റൊരു സ്ത്രീക്കും രോഗം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളും ക്ഷേത്രങ്ങളും ഇന്നു മുതൽ 1 മാസം രാമായണ പാരായണത്താൽ മുഖരിതമാകും. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആനയൂട്ട് നടന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആയിരങ്ങളാണ് ഗജവീരന്മാരെ വരവേൽക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപിന്റെ ഒരു റിപ്പോർട്ട്. രാവിലെ 9:30യോടെ ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജനാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് നടക്കുന്നത്. 1 കോടി രൂപയ്ക്ക് ആനയൂട്ട് ഇൻഷുർ ചെയ്തിട്ടുമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് മുഹറം 10 നാളെ. മാസപ്പിറവി കണ്ടത് പ്രകാരമാണ് മുഹറം 10 നാളെ ആചരിക്കുന്നത്. എന്നാൽ മുഹറം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പൊതു അവധി ഇന്നു തന്നെയാണ്. അവധി ബുധനാഴ്ചയിലേക്ക് മാറ്റണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും അതിനുള്ള സാഹചര്യമില്ലെന്ന് സർക്കാർ വിലയിരുത്തി. കോഴികളെയും താറാവുകളെയും വളർത്തി ഉപജീവനം നടത്തുന്ന 100 കണക്കിന് കർഷകരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന പക്ഷിപ്പനിയും കർഷകരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. പക്ഷിപ്പനി വ്യാപകമാവുന്ന സാഹചര്യത്തിൽ 2025 വരെ ആലപ്പുഴ ജില്ലയിൽ കോഴി വളർത്തൽ നിരോധിക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. പക്ഷിപ്പനി പരത്തുന്ന വൈറസിന്റെ ശക്തി കുറയ്ക്കാൻ മറ്റ് മാർഗങ്ങളില്ലെന്നാണ് മന്ത്രി ചിഞ്ചു റാണി പറയുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ പാലോട് പുതിയ ലബോറട്ടറി സ്ഥാപിക്കുന്ന കാര്യം കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴി വളർത്തൽ നിരോധിക്കുമെന്നുള്ള പ്രഖ്യാപനം ആലപ്പുഴ ജില്ലയിലെ കർഷകരെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പക്ഷിപ്പനിക്ക് സ്ഥിരമായ പ്രതിവിധി കണ്ടെത്തുക എന്നതും കർഷകരുടെ ആവശ്യം തന്നെയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 111 പോയിന്റ് ഉയർന്ന് 80,776-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 44 പോയിന്റ് ഉയർന്ന് 24,631-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 6,785 രൂപയും പവന് 280 രൂപ വർദ്ധിച്ച് 54,280 രൂപയുമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ സന്ദർശിച്ചു. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വീഴ്ച പറ്റിയവർക്കെതിരെ ചട്ടപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്ന് 9 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മഴക്കെടുതിയിൽ മരണം 4. സംസ്ഥാന സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കമായി. സാമൂഹിക പുരോഗതി ഉയർത്താൻ പരിപാടി ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 സൈനികർക്ക് വീരമൃത്യു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. മുഹറം 10 നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.